നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും കൂടിയിട്ട് ഞങ്ങൾ 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ ഒമാനിലെ മസ്കറ്റ് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വീഡിയോ ഞങ്ങൾ ദുബായിൽ നിന്ന് സോഹാർ വരെ ഒരു റോഡ് ട്രിപ്പാണ്. ഈ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞങ്ങളെങ്ങനെ ബോർഡർ കടന്നു, ബോർഡറിലുണ്ടായ കാര്യങ്ങൾ, മൊത്തത്തിലൊരു കാറിലുള്ള യാത്ര, ഞാൻ എൻ്റെ കൂടെയുള്ള യാത്രക്കാരെയും ഒക്കെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മളെ കൂടെയുള്ള ഞങ്ങളുടെ ഡ്രൈവർ പൾബർ, മിസ്റ്റർ അനസ്, യാത്രികൻ മിസ്റ്റർ സാദിഖ്, ഞങ്ങൾ 2 ദിവസത്തെ മസ്കറ്റ് യാത്രയിലേക്കുള്ള ഞങ്ങളുടെ സാരഥി. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളായിട്ടുള്ള അനസും സാദിഖും കൂടി ഒരുപാട് ദിവസമായി പ്ലാൻ ചെയ്യുന്നു ദുബായിൽ നിന്ന് മസ്കറ്റിലേക്ക് കാറിൽ പോയാലോ. ഒമാൻ ബോർഡർ ക്രോസ് ചെയ്ത് പോകാന്നുള്ളതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് ഞങ്ങൾ ക്രോസ് ചെയ്തത്, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ വളരെ നാളത്തെ ഒരു പ്ലാനിങ്ങിന് ശേഷം ഞങ്ങൾ യാത്ര തുടങ്ങി. യാത്ര പോകുമ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, ദുബായിൽ നിന്ന് ഡയറക്റ്റ് നേരെ മസ്കറ്റോട്ട് പോവാതെ അതിന് പോകുന്ന വഴിയിലുള്ള സോഹാർ എന്ന് പറഞ്ഞ സ്ഥലത്തും കൂടെ ഇറങ്ങി സോഹാറിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് അതിന് ശേഷം മസ്കറ്റിലേക്ക് പോകാനുള്ളതാണ്. ഇത് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ്. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ വീഡിയോക്കുള്ള എല്ലാ കുറ്റങ്ങളും കുറവുകളും ഈ വീഡിയോയിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും അത്തരം കുറ്റങ്ങളും കുറവുകളൊക്കെ വരുന്ന വീഡിയോയിൽ പരിഹരിക്കാം. ഈ വീഡിയോ ഞങ്ങൾ ദുബായിൽ നിന്നുള്ള മസ്കറ്റിലേക്കുള്ള യാത്രയുടെ ഈ വീഡിയോ ഒരു 4 എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ദുബായിൽ നിന്ന് സോഹാറിലേക്കുള്ള യാത്ര, സോഹാറിൽ ഞങ്ങൾ രാവിലെ ബീച്ചിൽ പോയി ബീച്ചിൻ്റെ കാഴ്ചകളും പിന്നെ ഒരു 1-2 സുഹൃത്തുക്കളെ കാണാൻ പോയി, ആ കാഴ്ചകളും. അതിൻ്റെ 2ാമത്തെ എപ്പിസോഡിൽ സോഹാറിൽ ഞങ്ങൾ പോയി കണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. 3ാമത്തെ എപ്പിസോഡിൽ സോഹാറിൽ നിന്ന് മസ്കറ്റിലേക്കുള്ള യാത്ര, മസ്കറ്റിൽ ഞങ്ങൾ പോയ 1-2 സ്ഥലങ്ങളും. 4ാമത്തെ എപ്പിസോഡിൽ മസ്കറ്റിൽ ഞങ്ങൾ കണ്ട മറ്റ് സ്ഥലങ്ങളും, അതുപോലെ തന്നെ മസ്കറ്റിൽ നിന്ന് ദുബായിലേക്കുള്ള തിരിച്ച് യാത്ര. അങ്ങനെ 4 എപ്പിസോഡാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ UAE ഒമാൻ ബോർഡറിൽ എത്തിയിരിക്കുകയാണ്. UAEയിൽ നിന്ന് ഒമാൻ ബോർഡർ കടക്കുക എന്നുള്ളത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിവിടെ എത്തുന്നതിന് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എടുക്കാം. വെഹിക്കിൾ ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് നേരത്തെ മുൻകൂട്ടി എടുക്കാം. അതിനൊരു 175 ദിർഹംസാണ് വരുന്നത്. അതല്ല, നമുക്ക് ഇവിടെ വന്നിട്ട് വേണമെങ്കിലും ഒമാൻ ബോർഡറിൽ വെച്ചിട്ട് വേണമെങ്കിൽ എടുക്കാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഓൺ വണ്ടിയായിരിക്കണം. അതായത് വണ്ടിയുടെ ഓണർ എന്തായാലും കാറിലുണ്ടായിരിക്കണം. പിന്നെ കാറിൻ്റെ മുൽക്കിയ, നമ്മളുടെ പാസ്പോർട്ട്, നമ്മളുടെ ID ഒക്കെ, എമിറേറ്റ്സ് ID കൊടുത്തിട്ട് ആദ്യം നമ്മൾ UAEയിൽ നിന്ന് ഒരു എക്സിറ്റ് ഫീ പേ ചെയ്തിട്ട് 30 ദിർഹംസിൻ്റെ എക്സിറ്റ് ഫീ പേ ചെയ്തിട്ട് നമ്മൾ UAE ബോർഡർ കടക്കുന്നു. നേരെ ഒമാൻ ബോർഡറിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് നമ്മളെ പാസ്പോർട്ടും ID-യും മുൽക്കിയും ഈ ഇൻഷുറൻസിൻ്റെ കോപ്പിയും അവിടെ കൊടുക്കുന്നു. ചിലപ്പം ഇൻഷുറൻസ് ഓൾറെഡി മുൽക്കിയിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും, അത് അവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ മുൽക്കിയുടെ ഇൻഷുറൻസിൻ്റെ കോപ്പി ചോദിക്കില്ല. എന്നിട്ട് നമ്മൾ പാസ്പോർട്ടും ID-യും എല്ലാം വെരിഫൈ ചെയ്തിട്ട് അവർ നമുക്ക് 14 ദിവസത്തെ ഫ്രീ എൻട്രി വിസ തരും. അതായത് അവിടെ ചാർജസ് ഒന്നുമില്ല. 14 ദിവസത്തേക്കുള്ള ഫ്രീ എൻട്രി വിസയാണ് നമുക്ക് തരുന്നത്. ബോർഡർ ക്രോസിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ഞങ്ങൾ ഒരുപാട് രാത്രി കാഴ്ചകൾ, വളരെ മനോഹരമായ രാത്രി കാഴ്ചകൾ കണ്ട് പോകുന്ന വഴിയിൽ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി.
ചായയും പിന്നെ നല്ല സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. നല്ലൊരു ഒരു മലയാളീൻ്റെ കട എന്ന് തോന്നുന്നു. അവിടെ ഒരു മലയാളി സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു, ഒരു തിരൂർക്കാരൻ ആളുണ്ടായിരുന്നു അവിടെ. യാത്രയിൽ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ കറക്റ്റ് നേരം വിളിക്കുന്ന സമയത്താണ് ഞങ്ങൾ സോഫാറിലെത്തിയത്. അതുകൊണ്ട് തന്നെ വളരെ ഒരു നേരത്തെ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ സമയത്ത് പിന്നെ വെള്ളിയാഴ്ച കൂടെ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ സോഹാർ ടൗണിലെത്തിരിക്കുകയാണ്. ഇവിടെ നേരം വിളിക്കുന്നുള്ളൂ. ഇവിടെ ആരുമില്ല, ഒരു കട പോലും തുറന്നിട്ടില്ല. ഒരു സിം എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കട പോലും തുറന്നിട്ടില്ല. ഇനി ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കുത്തിയിരുന്ന് വെയിറ്റ് ചെയ്ത് സിമ്മൊക്കെ എടുത്ത് നെറ്റൊക്കെ എടുത്ത് കണക്ട് ചെയ്തിട്ട് വേണം അടുത്ത ലൊക്കേഷനൊക്കെ ഇട്ട് അടുത്ത ലൊക്കേഷനിലോട്ട് യാത്ര തുടരാൻ. ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് നോക്കല്ലേ. രാവിലെ നല്ല മസാല ദോശയും കഴിക്കുന്ന അനസ് നല്ല വട ഉണ്ട്. ഞാനൊരു ഇഡ്ഡലിയും വട കഴിച്ചിട്ടുണ്ട്. ഇവിടെ ഒരുത്തനിതാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കിട്ടാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നല്ല ഫുഡാണ് കേട്ടോ അല്ലേ. സമാബർ ചായ, മലബാർ സ്നാക്സ്, കോഴിക്കാൽ വെജിറ്റേറിയൻ സ്നാക്ക്. കോഴിക്കാലിൻ്റെ സ്പെല്ലിങ് ഇട്ട് കുഴപ്പമില്ല. ഒമാനിലെത്തി, സോഹാറിലെത്തിയിട്ട് ഒരു സിം എടുത്തിട്ട് ഡാറ്റയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരമായി നടക്കുന്നത്. സമയം ഒമാൻ സമയം 8:30 മണിയാവാറായി. രാവിലെ കടകളൊന്നും തുറന്നിട്ടില്ല. ഒരു കട തുറന്ന് സിം എടുത്തിട്ട് വേണം ഡാറ്റ ഒക്കെ ഉപയോഗിക്കാൻ, വിളിക്കാനൊക്കെ. അതിന് കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ നമ്മളുടെ ഒരു സുഹൃത്തിനെ കാണാൻ പോയി. ഞങ്ങൾ സുഹൃത്തിനെ കണ്ട് സുഹൃത്തിൻ്റെ കടയിലേക്ക് കയറി അവിടുന്ന് കുറച്ച് പെർഫ്യൂംസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ സോഹാർ കോർണിഷിൽ പോയി. കോർണിഷിൽ പോയപ്പോൾ അവിടെ ഞങ്ങൾ കുളിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയതെങ്കിലും അവിടുത്തെ ആ സമയത്ത് വേലിയിറക്കം കാരണം ചളിയും ഒക്കെ വന്ന് നിൽക്കുന്നൊരു സമയമായതുകൊണ്ട് ഞങ്ങളങ്ങനെ കുളിക്കാൻ മുതിർന്നില്ല. ഞങ്ങളവിടെ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഒമാനികൾ പിന്നെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഡെയിലി അവിടെ നിന്ന് കളിക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഒമാനി പിള്ളേരുടെ ബോഡിയൊക്കെ ഭയങ്കര നല്ല ഫിറ്റായിട്ടുള്ള ബോഡിയിലെ പല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ കാലം തന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ആ പോയതും അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം.
ഓക്കെ. ഫ്രണ്ട്സ്, ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഓൾറെഡി യൂട്യൂബിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ ഇൻസ്പിറേഷൻസ് ഉണ്ട്. ചെറിയ ചെറിയ ചാനലുകളിൽ നല്ല പ്രായമുള്ള ആളുകൾ മുതൽ കുട്ടികൾ വരെ ചെയ്തിട്ടുള്ള ഒരുപാട് ചാനലുകളിലുള്ള ഒരുപാട് ഇൻസ്പിറേഷൻസ് കൂടിയിട്ടാണ് ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഞാൻ ഓൾറെഡി ഒരുപാട് യാത്രകൾ നടത്തുന്ന ഒരാളാണ്. എല്ലാ യാത്രകളും അത്യാവശ്യം യാത്രകളൊക്കെ ഡോക്യുമെൻറ്റേഷൻ ചെയ്യാണ്, അതായത് വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ചിന്തിച്ചത് ഒരുപാട് യാത്രകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് വീഡിയോസ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊരു എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു മോട്ടിവേഷനിലോട്ട് എത്തി. അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച് ആണ് ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്തുണ ഉണ്ടാവണം. നല്ല വീഡിയോസ് എടുത്ത് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.